നമസ്കാരം, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളായി കാത്തിരിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുകയാണ്. 2024 സെപ്റ്റംബർ മാസമാണ് റൺവേ വികസനത്തിന് അനുവദിച്ചിരുന്ന അന്തിമ കാലാവധി. ഇതിനുള്ളിൽ കൂടുതൽ സ്ഥലമേറ്റെടുത്തില്ലെങ്കിൽ അന്താരാഷ്ട്ര സർവീസുകൾ നിർത്തലാക്കപ്പെടുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഇതിനായുള്ള സമയം നീട്ടി നൽകുമെന്നാണ്. വരുന്ന ആഴ്ചകൾക്കുള്ളിൽ കേന്ദ്രം ഇതിൽ തീരുമാനം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് റൺവേ വികസനം നടത്തേണ്ടത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA ആണ് ഇതിന്റെ തീരുമാനമെടുക്കുന്നത്. റൺവേ വികസനവും അതിനു ചുറ്റുമുള്ള സേഫ്റ്റി ഏരിയയും വിമാനത്താവളത്തിന്റെ അത്യാവശ്യ ഘടകമാണ്. ഇത് കൃത്യമായി പാലിച്ചാലേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ. എന്നാൽ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങളും നൂലാമാലകളും കാരണം കൂടുതൽ സമയം ആവശ്യമാണ് എന്നത് കേന്ദ്രം മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് കാലാവധി നീട്ടി നൽകുവാൻ ഇപ്പോൾ തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. എയർപോർട്ട് അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മോസ് എയറോസ്പേസിന്റെ ഭൂമിയാണ് പ്രധാനമായും ലഭിക്കേണ്ടത്. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായതിനാൽ കേന്ദ്രത്തിൽ നിന്നാണ് അതിന്റെ അനുകൂല തീരുമാനം ഉണ്ടാകേണ്ടത്. നേരത്തെ ഒരു 4.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുവാൻ എയർപോർട്ട് അതോറിറ്റി ശ്രമം നടത്തിയിരുന്നു. ഇതിന് പകരമായി ബ്രഹ്മോസിന് കൂടുതൽ സ്ഥലം വേറെ നൽകേണ്ടി വരും. ചാക്ക ശംഖുമുഖം റോഡ്, ചാക്ക ഫയർ സ്റ്റേഷൻ എന്നിവയുടെ ഭാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവും കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിച്ചതും റൺവേ വികസനം അനിവാര്യ ഘടകമായി മാറ്റിയിട്ടുണ്ട്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി 1200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്ത് അനുമതി നൽകിയിരുന്നു. പുതിയ എയർപോർട്ട് ട്രാഫിക് കൺട്രോൾ ടവർ, അന്താരാഷ്ട്ര ടെർമിനലിന്റെ വികസനം എന്നിവ അടിയന്തരമായി നിർമ്മാണ പരിഗണനയിലാണ്. ഡൊമസ്റ്റിക് ടെർമിനൽ പൊളിച്ചു പണിയുമെന്ന തീരുമാനം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 3000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. അതിൽ 2027 വരെയുള്ള കാലയളവിൽ 1200 കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. വർഷത്തിൽ 1 കോടി യാത്രക്കാർ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിമാനത്താവള വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം റൺവേക്ക് ഇരുവശത്തും 180 മീറ്ററോളം സുരക്ഷാ മേഖല വേണം. വലിയ എയർക്രാഫ്റ്റുകൾക്ക് ഇത് അത്യാവശ്യമാണ്. നേരത്തെ അദാനി ഗ്രൂപ്പിന്റെ വികസന പ്രവർത്തന ഫലമായി 90 മീറ്ററിൽ നിന്നും 110 മീറ്ററിലേക്ക് ഇരുഭാഗത്തും വീതി കൂട്ടിയിരുന്നു. ബ്രഹ്മോസിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ തീരുമാനമായാൽ മാത്രമേ മറ്റു നടപടികൾ ഇനി നടക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ബ്രഹ്മോസിൽ പുതിയ വികസന പദ്ധതികൾക്ക് കേന്ദ്രാനുമതി ലഭിച്ച സാഹചര്യവുമാണ്. പുതിയ ബ്രഹ്മോസ് മിസൈൽ ഇന്റഗ്രേഷൻ കോംപ്ലക്സ്, മിസൈൽ ഹാങ്ങർ യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നേരത്തെ തന്നെ തീരുമാനമായിരുന്ന ടെർമിനൽ വികസനത്തിനായുള്ള 18 ഏക്കർ ഭൂമിയുടെ സ്ഥലമേറ്റെടുപ്പ് നടപടികളും മന്ദഗതിയിലാണ്. എന്തായാലും ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.